ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ബിബിനിരുട്ടി. നമ്മളിന്ന് നോക്കുന്നത് ഈ ഒരു ഇമേജിൻ്റെ ഷൈൻ, അതായത് ലൈറ്റ് വന്ന ഭാഗം നമുക്കിവിടെ ഫോട്ടോഷോപ്പിലൊക്കെ നമ്മൾ ടച്ച് ചെയ്തെടുക്കുമ്പോൾ സംഭവിക്കുന്ന ഇവിടുത്തെ ആ ഒരു പാറ്റേൺ, ഫേസിൻ്റെ ആ ഒരു പാറ്റേൺ അടക്കം റിമൂവ് ആയി പോകും. അതൊഴിവാക്കി നമുക്ക് ആ ഷൈൻ മാത്രം റിമൂവ് ചെയ്യാൻ വേണ്ടിയുള്ളൊരു ഓപ്ഷനാണ്. നമുക്ക് ആ പാറ്റേൺ ഒക്കെ അതേപോലെ തന്നെ കിട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു ഓപ്ഷനാണ് നമ്മളിന്ന് നോക്കുന്നത്. ഈ ഫേസിൽ ആ വൈറ്റ് ഷൈൻ മാത്രം കളയാൻ വേണ്ടിയാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. അപ്പം നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്മൾ ആ ഫോട്ടോ സേവ് ചെയ്ത് വെച്ചിരുന്നുണ്ട്. ആ ഫോട്ടോ വേണ്ട, നമുക്ക് ഈ ഫോട്ടോ തന്നെ സേവ് ചെയ്യാം. അതിൽ സേവ് ഓൺ യുവർ കമ്പ്യൂട്ടർ നമ്മളൊരു പേര് കൊടുക്കുന്നു. സേവ് ചെയ്തു. ആ ഫോട്ടോ നമുക്ക് എടുക്കാം. അത് നേരെ നമുക്ക് ലുമിനാറിലേക്ക് കൊണ്ടുപോകാം. ലുമിനാർ AI ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഇൻസ്റ്റാൾ ചെയ്യണം. വളരെ നല്ലൊരു സോഫ്റ്റ്വെയറാണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വഴി വർക്ക് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയറാണ്. ഓക്കെ, നമുക്ക് നമ്മുടെ കാര്യങ്ങളിലേക്ക് പോകാം. നമ്മളാദ്യം ഇവിടെ ഇങ്ങനെ കുറേ ഓപ്ഷൻസുകളെല്ലാം കഴിഞ്ഞ് താഴോട്ട് വരുമ്പം ഇവിടെ ഫേസ് ഉണ്ട്. ഫേസ് ലൈറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇത് ചെയ്യാം. ഫേസിൻ്റെ വലിപ്പം ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. അത് നമുക്ക് ആവശ്യമില്ല. നമുക്കിപ്പം ചെയ്യാൻ പോകുന്നത്, നമ്മളിവിടെ സ്കിന്നിലേക്ക് വന്നിട്ട് അതിനകത്ത് നമ്മൾ ഷൈൻ റിമൂവൽ എന്നുള്ളത് മാത്രം കൊടുക്കുകയാണ്. നമുക്ക് ഉണ്ടോ, ഷൈൻ അവിടെ റിമൂവ് ആയി വരുന്നത് കാണാം. ഓക്കെ, എത്രത്തോളം റിമൂവ് ചെയ്യണം എന്നുള്ളത് നോക്കിയിട്ട് ചെയ്യാം. നമുക്കൊരു ചെറിയൊരു ലൈറ്റ് അവിടെ കിടന്നുണ്ട്. നമുക്കൊരു ഇത്രയും റിമൂവ് ചെയ്താൽ മതി. ഓക്കെ, ഉണ്ട്. ഇവിടെ ആകുമ്പോൾ ആ ഒരു ടെക്സ്ചർ അതേപോലെ തന്നെ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ഷൈൻ റിമൂവ് ആകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിത് എക്സ്പോർട്ട് ചെയ്യാം. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ഒരു മെത്തേഡ്. നമുക്ക് ഫോട്ടോഷോപ്പിലും ചെയ്യാം. ഫോട്ടോഷോപ്പിൽ ചെയ്യുമ്പോൾ ഈ പറഞ്ഞ പോലെയുള്ള ഇതാണ് നമ്മൾ ഷൈൻ റിമൂവ് ചെയ്ത ഇമേജ്. ഇത് അതിന് മുമ്പുള്ള ഇമേജ്. ഓക്കെ, താങ്ക് യു.